മിഡിൽ ഈസ്റ്റ് എന്ന ഭൂരാഷ്ട്രതന്ത്രപരമായ സ്ഫോടനാത്മക മേഖലയിൽ വീണ്ടും യുദ്ധസമാനമായ അന്തരീക്ഷം കടുക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദന രാഷ്ട്രങ്ങളിലൊന്നായ ഇറാനും ലോകശക്തിയായ അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം ഇപ്പോൾ ഒരു ഊർജ്ജ യുദ്ധമായി പരിണമിച്ചിരിക്കുന്നു. ഈ നിർണായകമായ ഘട്ടത്തിലാണ് ആഗോള സാമ്പത്തിക വിപണിയിലെയും ഭരണകൂടത്തെയും ഒരുപോലെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന പ്രസ്താവനയുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാബ് രംഗത്തെത്തിയിരിക്കുന്നത്. വാഷിംഗ്ടൺ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെയും ഇറാൻ അതിർത്തികളിൽ അമേരിക്ക നടത്തുന്ന സൈനിക പ്രകോപനങ്ങളെയും വെറും പരാജയങ്ങളായി അദ്ദേഹം വിശേഷിപ്പിച്ചു. ഇറാന്റെ എണ്ണക്കണ്ണുകളെ തകർക്കുക എന്ന അമേരിക്കയുടെ സ്വപ്നം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പ്രഖ്യാപിച്ച ഖാലിബാബ് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $140 വരെ കുതിച്ചുയരുമെന്ന് ഭയപ്പെടുത്തുന്ന പ്രവചനമാണ് നടത്തിയത്. ഈ വിലക്കയറ്റം വെറുമൊരു സാമ്പത്തിക മാറ്റമല്ല, മറിച്ച് വികസ്വര രാജ്യങ്ങളെയും വൻ ശക്തികളെയും സാമ്പത്തിക ഭദ്രതയെ തകിടം മറിക്കാൻ പോകുന്ന ഒരു മഹാമാരിയുടെ തുടക്കമാണെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. അമേരിക്കയുടെ 3 ദിവസത്തെ സൈനിക നീക്കങ്ങൾക്ക് ശേഷവും ഇറാന്റെ എണ്ണപ്പാടങ്ങൾ സുരക്ഷിതമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സുരക്ഷിതത്വം ലോകത്തിന് മുന്നിൽ ലൈവായി കാണിച്ചു തരാമെന്ന അദ്ദേഹത്തിന്റെ വെല്ലുവിളി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെ പോലും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. എണ്ണയെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കാനും അതുവഴി തങ്ങളുടെ പ്രാദേശിക മേധാവിത്വം ഉറപ്പാക്കാനുമാണ് ഇറാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വരും ദിവസങ്ങളിൽ ഈ എണ്ണ രാഷ്ട്രീയം ആഗോള വിപണിയിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്ന് ലോകം അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക വർഷങ്ങളായി നടപ്പിലാക്കി വരുന്ന ഉപരോധങ്ങൾ നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ പുതിയ തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ വാഷിംഗ്ടണിലെ ഈ സാമ്പത്തിക യുദ്ധതന്ത്രങ്ങൾ വെറും കടലാസുപുലികൾ മാത്രമാണെന്നാണ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാബ് പരിഹസിക്കുന്നത്. അമേരിക്കൻ സൈനിക നടപടികൾ ആരംഭിച്ച് 3 നിർണായക ദിനങ്ങൾ പിന്നിടുമ്പോഴും ഇറാന്റെ തന്ത്രപ്രധാനമായ ഒരു എണ്ണ ഉൽപാദന കേന്ദ്രത്തിൽ പോലും നേരിയ പോറലേൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് അമേരിക്കൻ ഇന്റലിജൻസിനും സൈനിക ആസൂത്രണത്തിനും വലിയ തിരിച്ചടിയായാണ് ഇറാൻ വിലയിരുത്തുന്നത്. ഖാലിബാബിന്റെ പ്രസ്താവനയിൽ അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയെ നേരിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിഹാസങ്ങൾ അടങ്ങിയിരിക്കുന്നു. അമേരിക്കൻ ഭരണകൂടം പ്രചരിപ്പിക്കുന്ന ഇറാൻ സാമ്പത്തികമായി തകർന്നു എന്ന വാദത്തെ പൊളിച്ചെടുക്കാൻ തത്സമയ ദൃശ്യങ്ങൾ പുറത്തുവിടാമെന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനം അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഞങ്ങളുടെ എണ്ണക്കിണറുകൾ പ്രവർത്തിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് തത്സമയം കാണിച്ചു തരാമെന്ന വാക്കുകളിലൂടെ അമേരിക്കയുടെ നിരീക്ഷണ സംവിധാനങ്ങളെ കണ്ണുവെട്ടിച്ചും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ സുരക്ഷിതമാണെന്ന് ലോകത്തിനു മുന്നിൽ വിളിച്ചു പറയുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഉപരോധങ്ങൾ നീണ്ടുനിന്നാലും ഇറാന്റെ എണ്ണക്കിണറുകൾ ഒന്നും സംഭവിക്കില്ലെന്ന ഖാലിബാബിന്റെ പ്രഖ്യാപനം ഇറാന്റെ പ്രതിരോധ സമ്പദ് വ്യവസ്ഥ എന്ന നയത്തിന്റെ ഭാഗമാണ്. ഇറക്കുമതി നിയന്ത്രിച്ചും എണ്ണയുടെ കയറ്റുമതി വർദ്ധിപ്പിച്ചും പടിഞ്ഞാറൻ രാജ്യത്തുള്ള സാമ്പത്തിക കെണികളെ മറികടക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഇറാന്റെ എണ്ണ വിപണിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിലൂടെ അമേരിക്ക യഥാർത്ഥത്തിൽ ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിപ്പിക്കുകയും ലോകരാജ്യങ്ങളെ ബുദ്ധിമുട്ടിക്കുകയുമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ പ്രസ്താവനയെ കേവലം ഒരു രാഷ്ട്രീയ വെല്ലുവിളി മാത്രമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക ക്രമത്തിന് നൽകുന്ന കനത്ത മുന്നറിയിപ്പാണ്. വരും ദിവസങ്ങളിൽ എണ്ണവില ബാരലിന് $140 വരെ എത്തുമെന്ന അദ്ദേഹത്തിന്റെ പ്രവചനം അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ ഇതിനകം തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെനിസൺ തെറ്റായ സാമ്പത്തിക നയങ്ങളാണ് ഈ അസ്ഥിരതയ്ക്ക് കാരണമെന്ന് സൂചിപ്പിച്ചു. ഖാലിബാബിന്റെ അഭിപ്രായത്തിൽ അമേരിക്കൻ ഭരണകൂടം നടപ്പിലാക്കുന്ന വിവേചനരഹിതമായ ഉപരോധങ്ങൾ വിതരണ ശൃംഖലയെ തകർക്കുകയും തൽഫലമായി എണ്ണവില $120 മുകളിൽ എത്തുകയും ചെയ്തു. ഇത് $140 കുതിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഊർജ്ജ ആവശ്യങ്ങളുടെയും ഗതാഗത ചിലവിനെയും സാരമായി ബാധിക്കും. എണ്ണവിലയിലെ ഈ കുതിച്ചുചാട്ടം ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. ഇറക്കുമതി ചെലവ് വർദ്ധിക്കുന്നത് ചരക്ക് നീക്കത്തെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെയും ബാധിക്കും. ഇത് ആഗോള തലത്തിൽ തന്നെ ഒരു പുതിയ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകും. ഉപരോധം തുടരുകയാണെങ്കിൽ എണ്ണ വിപണിയിലെ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് തിരിച്ചടിക്കാമെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. തങ്ങളുടെ എണ്ണ ഉൽപാദനം തടസ്സപ്പെട്ടിട്ടില്ലെങ്കിലും വിപണിയിലെ അനിശ്ചിതത്വം നിലനിർത്തിക്കൊണ്ട് അമേരിക്കയെയും സഖ്യകക്ഷികളെയും സമ്മർദ്ദത്തിലാക്കാൻ ഇറാന് സാധിക്കും. ഹോർമൂസ് കടലിടുക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായ പാതകളിലെ സുരക്ഷാ ഭീഷണിയും എണ്ണവില വർധനവിന് ആക്കം കൂട്ടുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോരും സൈനിക നീക്കങ്ങളും കേവലം 2 രാജ്യങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് തന്ത്രപ്രധാനമായ പശ്ചിമേഷ്യൻ മേഖലയിലെ സുരക്ഷയും സമാധാനത്തെയും ഇത് സാരമായി ബാധിക്കുന്ന ഒന്നാണ്. ഇറാനെതിരായ സൈനിക നീക്കങ്ങൾ പശ്ചിമേഷ്യയിൽ മാത്രമല്ല അമേരിക്കൻ രാഷ്ട്രീയത്തിലും വലിയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടപടികൾക്കെതിരെ അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ ഭിന്നസ്വരങ്ങൾ ഉയരുന്നുണ്ട്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാബിന്റെ പ്രസ്താവന കേവലം ഒരു പ്രാദേശിക വെല്ലുവിളിയല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. എണ്ണവില ബാരലിന് $140 എത്തുമെന്ന പ്രവചനം യാഥാർത്ഥ്യമായാൽ അത് ആഗോള തലത്തിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഇറാൻ സ്പീക്കർ ഉയർത്തിയ $140 എന്ന ഭീഷണി ലോകരാജ്യങ്ങൾക്കുള്ള ഒരു താക്കീതാണ്. ഊർജ്ജ വിപണിയെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിലൂടെ ആത്യന്തികമായി കഷ്ടപ്പെടുന്നത് സാധാരണ ജനങ്ങളാണ്. നയതന്ത്രപരമായ ചർച്ചകളിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും ഈ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ 2026 ലോകം ഒരു വലിയ സാമ്പത്തിക തകർച്ചയെ അഭിമുഖീകരിക്കേണ്ടി വരും.